പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിന്റെ പാരായണ ശാസ്ത്രമാകുന്ന തജ്വീദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമ വ്യവസ്ഥകളെ സംബന്ധിച്ച് പറയുന്ന തജ്വീദുൽ ഖുർആൻ, അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറയുന്നത് സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള വിധികൾ. വിശുദ്ധമായ ഖുർആനിൽ അറബി അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളാണ്. അലിഫ് കൂടാണ്ട് 28 അക്ഷരങ്ങളാണുള്ളത്. അലിഫ് അടക്കം 29 അക്ഷരം. വിശുദ്ധമായ ഖുർആനിൽ എവിടെ 28 അക്ഷരങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള വിധികൾ നമുക്ക് പറയാൻ പറ്റും. എന്താണ് സാക്കിനായ നൂന്, എന്താണ് തൻവീന് എന്ന് നമുക്കൊക്കെ അറിയാം. സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂൻ. വിശുദ്ധ ഖുർആനിൽ എവിടെ സുക്കൂനുള്ള നൂന് വന്നാലും, ഫത്ഹ കസ്റ ദമ്മില്ലെങ്കിൽ പിന്നെ അവിടെ സുക്കൂനായിരിക്കും. സുക്കൂനുള്ള നൂൻ ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷമുള്ള 28 അക്ഷരങ്ങൾ ആസ്പദമാക്കി അവിടെ അഞ്ചാലൊരു നിയമങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ തൻവീൻ എന്ന് പറഞ്ഞാൽ തൻവീൻ ഫത്ഹ, തൻവീൻ കസ്റ, തൻവീൻ ദമ്മ ഏതു ആകട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ തൻവീൻ ഫത്ഹായാലും കസ്റായാലും തൻവീൻ ദമ്മ ആയാലും അതുപോലെ തന്നെ സാക്കിനായ നൂനായാലും ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷമുള്ള 28 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരമാകുമല്ലോ. ആ 28 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷരത്തെ ആസ്പദമാക്കി അവിടെ 5 നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ സാക്കിനായ നൂനിനും തൻവീനും ശേഷമുള്ള വിധികൾ 5ആണ്. ഒന്നാമത്തത് ഇൽഹാർ എന്നാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നാണ്. ഞാൻ സൗകര്യത്തിന് വേണ്ടി ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ് നോട്ടിന്റെ ഭാഗം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കണ്ടോ? സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള വിധികൾ 5 അതിൽ ഒന്നാമത്തത് ഇൽഹാർ എന്നാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നാണ്. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും വിധികൾ 5. ഒന്ന് ഇൽഹാർ, വെളിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ അതേതൊക്കെയാ? ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖാ. ഈ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൽഹാർ ആയിരിക്കും വിധി എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ 6 ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖാ. ഇവകളാണ് ആ 6 അക്ഷരങ്ങൾ. കണ്ടോ? ഈ 6 അക്ഷരങ്ങൾ, ഇതാണ് ആ പറഞ്ഞ 6 അക്ഷരങ്ങൾ. അപ്പൊ ഖുർആനിൽ സാക്കിനായ നൂനും തൻവീനും ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം, അഥവാ വെളിവാക്കി ഓതണം, വ്യക്തമാക്കി ഓതണം. അതാണ് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണങ്ങൾ എഴുതിയിട്ടുള്ളത് നോക്കുന്നു നിങ്ങൾ. മൻ ആമന. കണ്ടോ? മൻ ആമന. മൻ ആമന എന്നുള്ളിടത്ത് നോക്കൂ നിങ്ങൾ. സാക്കിനായ നൂൻ, സുക്കൂനുള്ള നൂനുണ്ട്. ഏതാ സുക്കൂനുള്ള നൂന്? മൻ. അല്ലെ? ആ മൻ എന്നുള്ള സുക്കൂനുള്ള നൂനിന് തൊട്ട് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അല്ലെ? ഹംസ വന്നിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിന് തൊട്ട് ശേഷം ഹംസ വന്നത് കൊണ്ട് മൻ ആമന അവിടെ സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനായതുകൊണ്ട് മൻ ആമന. കണ്ടോ? സുക്കൂനുള്ള നൂന് ശേഷം ഹംസ വന്നതുകൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഓതണം. എന്നതുപോലെ തൻവീന് ശേഷം ഹംസ വന്നതിന്റെ ഉദാഹരണം നോക്കൂ. കുല്ലുൻ ആമന. കുല്ലുൻ ആമന. കുല്ലുൻ തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം തൊട്ട് ശേഷം എന്തുണ്ട്? ഹംസ ഉണ്ട്. അപ്പൊ തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ, വെളിവാക്കി ഓതണം. അടുത്ത് നോക്കൂ നിങ്ങള്. സാക്കിനായ നൂന് ശേഷം ഹ വന്നതിന്റെ ഉദാഹരണം. മിൻ ഹും. മിൻ ഹും. മിൻ സാക്കിനായ നൂനുണ്ട്. സാക്കിനായ നൂന് ശേഷം ഹ വന്നാൽ
അവിടെ വെളിവാക്കി വ്യക്തമാക്കി ഓതണം. മിൻഹും എന്ന് മണിക്കാനൊന്നും പാടില്ല. പിന്നെ അവിടെ വെളിവാക്കി വ്യക്തമാക്കി ഓതുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അടുത്ത നോക്കൂ നിങ്ങൾ. മൗലൂദുൻ ഹുവ. മൗലൂദുൻ ഹുവ. മൗലൂദുൻ എന്നുള്ള തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം അതിന് തൊട്ട് ശേഷം ഹ വന്നിട്ടുണ്ട്. അപ്പൊ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഓതണം. അപ്പൊ സാക്കിന നൂനും തൻവീനും ശേഷം ഹംസ് വന്നതിന്റെ ഉദാഹരണം പറഞ്ഞു. സാക്കിന നൂനും ശേഷം തൻവീനു ശേഷം ഹ വന്നതിന്റെ ഉദാഹരണം പറഞ്ഞു. ഇനി സാക്കിന നൂന് ശേഷം ഐന് വന്നതിന്റെ ഉദാഹരണം നോക്കൂ. അൻഅംത. അൻഅംത. സാക്കിന നൂന് ശേഷം ഐന് വന്നപ്പോ അൻ അൻഅ അൻഅ കണ്ടോ? അൻഅംത എന്നൊന്നും ഓതാൻ പാടില്ല. അന്നംത എന്നും ഓതാൻ പാടില്ല. ചില ആളുകൾ നൂന് ശബ്ദ കൊടുത്ത് ഐന് മറിഞ്ഞ് അന്നംത ഓതും. അത് തെറ്റാണ്. അൻഅംത സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഒരു ഭാഗമാണ്. തെറ്റായി ഓതാൻ ഒരിക്കലും പാടില്ല. അൻഅംത എന്ന് ഓതണം. അടുത്ത് നോക്കൂ നിങ്ങൾ. ഹഖീഖുൻ അല. തൻവീന് ശേഷം ഹഖീഖുൻ എന്നുള്ള ഖാഫിനുള്ള തൻവീന് ശേഷം ഐന് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഓതണം. എന്നതുപോലെ തന്നെ അടുത്ത ഉദാഹരണം നോക്കൂ. തൻഹിതൂന. തൻഹിതൂന. തൻ സാക്കിന നൂന് വന്നിട്ടുണ്ട്, ശേഷം ഹാ വന്നിട്ടുണ്ട്. അപ്പൊ സാക്കിന നൂനിനെ വെളിവാക്കി ഹാഇനൊക്കെ വെളിവാക്കി വ്യക്തമാക്കിയിട്ട് ഓതണം. അടുത്ത ഉദാഹരണം അലീമുൻ ഹകീം. അലീമുൻ ഹകീം. തൻവീന് ശേഷം ഹ വന്നപ്പോ തൻവീനെയും ഹാഇനൊക്കെ വെളിവാക്കി വ്യക്തമായിട്ട് ഓതി. അത് ഇൽഹാറാണ്. അതുപോലെ തന്നെ മിൻ ളില്ലിൻ. സാക്കിന നൂൻ ശേഷം ലൈന് വന്നതിന്റെ ഉദാഹരണമാണ്. മിൻ ളില്ലിൻ. സാക്കിന നൂൻ ശേഷം ലൈന് വന്നപ്പോ അവിടെ വെളിവാക്കി ഓതണം. അടുത്ത നോക്കൂ. ഖൗലൻ ഗൈറ. ഖൗലൻ ഗൈറ. തൻവീന് ശേഷം ഗൈന് വന്നിട്ടുണ്ട്. തൻവീന് ശേഷം ഗൈന് വന്നാൽ അല്ലെ, ലാമ് ഖൗലൻ എന്നുള്ള ലാമിന് തൻവീൻ ഫത്ഹുണ്ട്. തൻവീന് ശേഷം ഗൈന് വന്നാൽ വെളിവാക്കി ഓതണം. ഖൗലൻ ഗൈറ ആകാൻ പാടില്ല. ഖൗലൻ ഗൈറ. ഖൗലൻ ഗൈറ. അവിടെ മണിക്കാനൊന്നും പാടില്ല, മൂളാൻ പാടില്ല. അമിതമായിട്ട് മൂളിയാൽ മണിക്കൽ വന്നു, അത് തെറ്റാണ്. അപ്പോ ഖൗലൻ ഗൈറ, ഖൗലൻ ഗൈറ എന്ന് വെളിവാക്കിയിട്ട് ഓതണം. വൽമുൻഖനിഖ. വൽമുൻഖനിഖ. സാക്കിന നൂന് ശേഷം ഖാ വന്നപ്പോ സാക്കിന നൂന് ശേഷം ഖാ വന്നാൽ ഇൽഹാറിന്റെ ഹർഫാവുന്ന ഖാ ഉണ്ടായതുകൊണ്ട് വെളിവാക്കി ഓതണം. ലത്തീഫുൻ ഖബീർ. ലത്തീഫുൻ ഖബീർ. തൻവീന് ശേഷം ഖാ വന്നാൽ ഇൽഹാർ വെളിവാക്കി ഓതണം. ചുരുക്കത്തിൽ സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം ഖുർആനിൽ എവിടെ ഈ ആറക്ഷരം വന്നാൽ, ഏതൊക്കെ ആറക്ഷരം? ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖാ. ഈ ആറക്ഷരം വന്നാൽ അവിടെ വെളിവാക്കി ഓതണം. അവിടെ നമ്മളൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആറക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയും. തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരമാണ്, തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. ഹ, ഹംസ്, ഹ തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്നും വരുന്നു. ഐന്, ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്നു. ഗൈന്, ഖ തൊണ്ടയുടെ മേൽവശത്തിൽ നിന്നും വരുന്നു. ഈ ആറക്ഷരങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് ഓതി പഠിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ഖിറാഅ ശരിയാകൂല. ഒന്ന്. മറ്റൊരു ഭാഗം, ഈ ആറക്ഷരങ്ങൾ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷം തൻവീനും സാക്കിന നൂനും തൻവീനും ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷം അവിടെ ഈ ആറക്ഷരങ്ങളാണ് വരുന്നെങ്കിൽ അവിടെ ഇൽഹാറായിരിക്കും വിധി, നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇൻഷാ അള്ളാഹ് ഈ സാക്കിന നൂനും തൻവീനും ഒക്കെ കൂടുതലായിട്ട് വരുന്ന നമ്മുടെ സൂറത്തുൽ വാഖിഅ കുറച്ച് നമുക്കൊന്ന് ഓതി നോക്കാം. സൂറത്തുൽ വാഖിഅ. എല്ലാവരും സൂറത്തുൽ വാഖിഅ എടുക്കുക. കയ്യിൽ ഖുർആനുള്ള ആളുകളൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സൂറത്തിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ്. നിയമങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമുക്ക് കുറച്ച് ഇൻഷാ അള്ളാഹ് ഓതാം. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين صدق الله العلي العظيم. നമ്മൾ ഓതിയ ഈ 10-16 ആയത്തുകളിൽ സാക്കിനായ നൂനും തൻവീനും എവിടെ വന്നാലും തൊട്ടു ശേഷം ഈ ഇൽഹാറിന്റെ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം. നോക്കൂ നിങ്ങൾ സൂറത്തുൽ വാഖിഅയിലെ നമ്മുടെ ഈ 2-ാമത്തെ ആയത്തും 3-ാമത്തെ ആയത്തും കൂട്ടി ഓതുമ്പോ ലൈസ ലിവഖഅതിഹാ കാദിബ, വഖഫ് ചെയ്യുമ്പോ കാദിബ എന്ന് പറഞ്ഞ് ഹാത്ത ആണല്ലോ, ഹാത്ത ആകുമ്പോ വഖഫിന്റെ ഘട്ടത്തിൽ ഹ ആയിരിക്കും, കൂട്ടി ഓതുകയാണെങ്കിൽ താഉമായിരിക്കും. അതാണ് ഹാത്ത എന്ന് പറഞ്ഞാൽ. ഹാത്ത എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കുന്ന സമയത്ത് ത ആയിരിക്കും, വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന ഘട്ടത്തിൽ അത് പിന്നെ ഹ ആയിരിക്കും അല്ലെ. ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്ന് പറയില്ല. വഖഫ് ചെയ്യുമ്പോൾ ഖദ് ഖാമത്തിസ് സ്വലാഹ് ഹ എ പറയുള്ളൂ. കൂട്ടി പറയണമെങ്കിൽ ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് അങ്ങനെയാണ്. കൂട്ടി പറയുമ്പോൾ ത. എന്നതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കൂട്ടി ഓതാണെങ്കിൽ ليس لوقعتها كاذبة خافضة رافعة كاذبة خا كاذبة خا കണ്ടോ, തെൻവീന് ശേഷം തൊട്ട് ശേഷം ഖ ആണ് വന്നത്. ഖ എന്തിന്റെ അക്ഷരമാണ് നമുക്കറിയാം, ഇൽഹാറിന്റെ അക്ഷരമാണ് അല്ലെ. തൊണ്ടയുടെ മേലറ്റത്തിൽ നിന്നും വരുന്ന അക്ഷരമാണ് ഖ. അവിടെ തെൻവീനെ വെളിവാക്കിയിട്ട് ليس لوقعتها كاذبة خافضة رافعة ഖാഫിളത്തുർ റാഫിഅ എന്നുള്ള തെൻവീന് ശേഷം റ ആണ്. അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നമുക്കത് നിയമം പഠിക്കാം. ഇനി ഖാഫിളത്തുർ റാഫിഅത്തുൻ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ ഖാഫിളത്തുർ റാഫിഅത്തുൻ ഇ തുൻ ഇ കണ്ടോ, റാഫിഅത്തുൻ ഇ തെൻവീൻ ദമ്മക്ക് ശേഷം, തെൻവീൻ ദമ്മുണ്ട് റാഫിഅ എന്നുള്ളടത്ത് തൊട്ട് ശേഷം ഹംസ വന്നതുകൊണ്ട് അവിടെ ഇൽഹാറാണ്, വെളിവാക്കി ഓതണം അല്ലെ. തെൻവീന് ശേഷം സാക്കിന നൂന് ശേഷം ഹംസോ ഹ ഓ ഐനോ ഹ ഓ ഐനോ ഖ ഓ ഇൽഹാറിന്റെ ഏത് അക്ഷരം വന്നാലും അവിടെ വെളിവാക്കി ഓതണം. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ. പിന്നെ നീ നമുക്കവിടെ ഇൽഹാറിന്റെ നിയമങ്ങൾ ഉള്ളത് എവിടെയാ? ഇൽഹാറിന്റെ നിയമം فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة. പിന്നെ നമുക്ക് ഇൽഹാർ ഉണ്ടാകുന്നത്, ഇൽഹാർ പിന്നെ ഉണ്ടോ? ഇൽഹാർ പിന്നെ ഇല്ല അല്ലെ.
നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത പേജ് അല്പം കൂടെ ഒന്ന് ഓതി നോക്കാം. അപ്പോൾ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ നമുക്ക് പഠിക്കണം. ഇനി ഖുർആനിൽ എവിടെ ഇൽഹാറിന്റെ അക്ഷരം വന്നാലും സാക്കിന നൂനിൻ തൻവീന് ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റണം, പറയാൻ പറ്റണം, ഇവിടെ ഇൽഹാറാണ് നിയമം എന്ന് പറയാൻ പറ്റണം. നോക്കൂ നമുക്ക് ബാക്കി 17-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين. അവിടെ ഉണ്ട് ഹൂറുൻ, തൻവീൽ ദമ്മുണ്ട്, തൻവീൽ ദമ്മക്ക് ശേഷം ഐന് വന്നിട്ടുണ്ട്. ഐന് ഇൽഹാറിന്റെ 6 അക്ഷരത്തിൽപ്പെട്ട, ഹൽക്കിന്റെ തൊണ്ടയുടെ 6 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായതുകൊണ്ട് അവിടെ തൻവീന് ശേഷം ഐന് വന്നപ്പോൾ ഇൽഹാർ ചെയ്യണം. അവിടെ എങ്ങനെ ഓതുക? വഹൂറുൻ ഐൻ, ഹൂറുന്നീൻ ഓതാൻ പറ്റൂല. അപ്പോ ഐന് മാറിയിട്ട് നൂനൊക്കെ വരും. വഹൂറുൻ ഐൻ, ഹൂറുൻ ഐൻ രണ്ടും വെളിവാക്കി ഓതുകയാണ് വേണ്ടത്. كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين. അവിടെ ഉറുബൻ അത്റാബാ, ഉറുബൻ തൻവീൻ ഫത്ഹ, അതിനുശേഷം അത്റാബാ ഹംസ വന്നിട്ടുണ്ട്. എന്നുപോലെ തന്നെ അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് فجعلناهن أبكارا 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 عربا കൂട്ടി ഓതാണെങ്കിൽ فجعلناهن أبكارا عربا أترابا അബ്കാറൻ തൻവീൻ ഫത്ഹന്റെ തൊട്ട് ശേഷം എന്തുണ്ട്? ഐന് വന്നതുകൊണ്ട് ഇൽഹാറാണ് വെളിവാക്കി ഓതണം. ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് സാക്കിനായ നൂനും തൻവീനും വിശുദ്ധ ഖുർആനിൽ എവിടെ വന്നാലും അവിടെ തൊട്ട് ശേഷം ഹംസ ഹംസ് ഐന് ഐന് ഈ അക്ഷരങ്ങളാണ് വരുന്നത് എങ്കിൽ അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഓതണം. ഇൻഷാ അള്ളാഹ് ബാക്കി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അല്ലാഹു തആല നാഫിയ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.